ജയമോഹൻ സാറിന് എന്നെ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ജേക്കബ് എബ്രഹാം ആണ് നമ്മുടെ എൻ്റെ ആദ്യത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് സാറ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഏറ്റവും പുതുതായിട്ട് വായിച്ചത് മാടൻ മോക്ഷമാണ്. മാടൻ മോക്ഷം നോവൽ ശരിക്കും അടിമുടി ഉലച്ചു കളഞ്ഞ ഒരു നോവലാണ്. പ്രത്യേകിച്ചും സമകാലിക ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പുതിയ രാമജന്മഭൂമിയുടെ അയോധ്യയുടെ നിർമ്മാണവും അത് വെച്ചുണ്ടായ ഭാരതീയ രാഷ്ട്രീയവും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങേ ഈ മാടൻ മോക്ഷത്തിൻ്റെ രചയിതാവെന്ന നിലയിലും, കാരണം ഈ ദളിത് ബിംബങ്ങളും ദളിത് കാവുകളും അല്ലെങ്കിൽ ദളിത് മാടനും നഷ്ടപ്പെടുന്ന പുതിയ കാലത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മാടൻ മോക്ഷം എഴുതുന്നത് 1988 അപ്പോൾ ഹൈന്ദവത ഒന്നുമില്ല. പിന്നെ അത് വളരെ പ്രശസ്തമായ കൃതിയാണ്. അത് ബംഗാളി ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് ലോക ഭാഷകളിലൊക്കെ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ തന്നെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഭാഷാഭൂഷണിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ KC ഭാഷാഭൂഷണിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കൊല്ലമാണ് അയച്ചു കൊടുത്തു. എന്നിട്ട് KC അതെനിക്ക് മടക്കി അയച്ചിട്ട് പറഞ്ഞു, മലയാള മനോരമയിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, ഇന്നുള്ള രാഷ്ട്രീയ ചുരുളിൽ മലയാള മനോരമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അത് മടക്കി കിട്ടി. എന്ന് ഞാൻ ഒരുപാട് കാലം അത് കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ ആ KC തന്നെ DC യോട് പറഞ്ഞ്, DC കിഴക്കേമുറിയുടെ മകൻ രവി DC എന്നോട് ചോദിച്ച്, അങ്ങനെയാണ് DC ബുക്കിലൂടെ ആ പുസ്തകം പുറത്തു വന്നിട്ടുള്ളത്. അത് ഹൈന്ദവതയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു ശബ്ദമാണ്. ഈ രാമജന്മഭൂമിയെ കുറിച്ച് അവസാനമായി ഈ ലക്കം, ഫെബ്രുവരി ലക്കം ഇതിൽ ഫ്രണ്ട് ലൈനിൽ എഴുതിയ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആശയം മാത്രം ചുരുക്കി പറയാം. ഞാൻ ഹൈന്ദവത എന്ന് പറയുന്ന ഹിന്ദുത്വ പോളിറ്റിക്സിനെ എതിർക്കുന്നത് ഞാനൊരു ഹിന്ദു അല്ലാതായതുകൊണ്ടല്ല, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ്. ഞാൻ നിത്യചൈതന്യയുടെ സ്റ്റുഡൻറ്റും ഡിസൈപ്പിളും നാരായണ ഗുരുവിൻ്റെ അദ്വൈതിക് ട്രഡീഷനിൽ വന്ന ആളും ഫിലോസഫിക്കലാ ഒരു അദ്വൈതം ആയതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. കാരണം സിമ്പിളായിട്ട് നിത്യചൈതന്യതി ഇന്ന് ഡൽഹിയിൽ പോയി 4 ഈ വരച്ചന്മാർ പിടിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകുള്ളൂ എന്ന് പറഞ്ഞാൽ നിത്യ എന്ത് പറയും? അവർ നിത്യ അടിച്ചു കൊല്ലുകയുള്ളൂ. ഒരിക്കലും നിത്യ ജയ് ശ്രീറാം പറയില്ല. ഒരു വേദാന്തിയായ നിത്യ ഒരു ദൈവത്തിനെയും പ്രകൃതിച്ചൊന്നും പറയില്ല. അപ്പോൾ നിത്യചൈതന്യതയോ നടരാജ ഗുരുവിനെ അടിച്ചു കൊല്ലുന്ന ഒരു സംസ്കാരത്തിനെ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കാൻ പറ്റുക? തമിഴ്നാട്ടിലെ ഒരു ശൈവൻ, തമിഴ്നാട്ടിലെ ഒരു ഉറച്ചുള്ള ശൈവൻ, ദീക്ഷ എടുത്ത് കഴുത്തിൽ രുക്താക്ഷ ഇട്ട ഒരു ശൈവൻ ഡൽഹിയിലെ അല്ലെങ്കിൽ മീററ്റിലോ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോയി ഈ പറയുന്ന 4 പേർ പിടിച്ച് അയാളെ അടിച്ച് ജയ് ശ്രീറാം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കൊല്ലൂ എന്ന് പറഞ്ഞാൽ അവൻ മരണമായിരിക്കും സ്വീകരിക്കുക. ഒരിക്കലും ജയ് ശ്രീറാം പറയില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന, അല്ലെ ഹിന്ദു മതം, അല്ലെ ഹിന്ദു ഫെയ്ത്ത് എന്ന് പറയുന്ന അങ്ങനെ ചില രാമൻ എല്ലാവർക്കും ദൈവമല്ല, ശൈവർക്ക് ദൈവമൊന്നുമല്ല. അതിൽ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കോമ്പൗണ്ട് തോട്ടായിട്ട് അതിരിക്കുമ്പോഴാണ് ഇത്രയും കാലം 3000-4000 കൊല്ലം കൂടെ നിന്ന് വന്നത്. അതിൻ്റെ ഉള്ളിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും സ്ഥാനമുണ്ട്, എല്ലാതരം എതിർപ്പുകൾക്ക് സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ദൈവത്തിനെ കൊണ്ടുവച്ച് അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വെട്ടിക്കൊല്ലൂ എന്നുള്ളൊരു ഒരു ചിന്താഗതി ഉണ്ടാകുമെന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 50 കൊല്ലത്തിൽ ഹിന്ദുത്വത്തിനെ അല്ലെങ്കിൽ ഹിന്ദു ഫെയ്ത്തിനെ അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ, അതിൻ്റെ അന്തസത്തയായിട്ടുള്ള വേദാന്തത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. ദ വാർ ഈസ് എഗെയിൻസ്റ്റ് വേദാന്ത, നോട്ട് വിത്ത് അതർ റിലിജിയൻസ്. ദ വാർ ഈസ് എസെൻഷ്യലി എഗെയിൻസ്റ്റ് വേദാന്ത. മോഡി അല്ലെങ്കിൽ RSS നയിക്കുന്ന യുദ്ധം രാമകൃഷ്ണ പരമഹംസർക്കും നാരായണ ഗുരുവിനും വള്ളലാർക്കെതിരായ യുദ്ധമാണ്. അതാണ് ഞാൻ ആ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, ഏതെങ്കിലും രാജ്യത്ത് കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ഒരു മതം ഒഫീഷ്യൽ മതമായിട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുണ്ടെങ്കിൽ അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ ആഭ്യന്തര യുദ്ധം വന്നിട്ടുള്ളതാണ് ചരിത്രം. ഒരിടത്ത് പോലും അതിൽ നിന്ന് ഒരു ഇതില്ല, ഒരു എക്സെപ്ഷൻ ഇല്ല. ഏറ്റവും അടുത്തുള്ളത്
ശ്രീലങ്കയാണ്. 1970-കളിലാണ് 69-ലാണ് ബുദ്ധമതം ഒഫീഷ്യൽ മതമായിട്ട് സ്വീകരിച്ചത്. 83-ൽ ലഹള തുടങ്ങി. ഇന്ന് പാപ്പർ നോട്ടീസ് കൊടുത്ത് ഇടിയിക്കാണ് ഒരു രാജ്യം. 25 കൊല്ലം അഭ്യന്തര യുദ്ധത്തിന് ശേഷം 1 ലിറ്റർ മണ്ണെണ്ണ 1700 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ ചുവരിൽ എഴുതി ഇത്ര വലുതായിട്ട് വെച്ചിട്ടുണ്ട്. അന്ധന്മാർക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല. എഴുത്തുകാർ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.